രാധിക ഒരു സാധാരണ സ്ത്രീയായിരുന്നു. രണ്ട് മക്കൾ, സർക്കാർ ജോലി ചെയ്യുന്ന ഭർത്താവ് സുരേഷ്, നാട്ടിലുള്ളവർക്കെല്ലാം ഇഷ്ടപ്പെട്ട കുടുംബം, പുറത്തോട്ട് നോക്കിയ പെർഫെക്റ്റ് ലൈഫ്. പക്ഷെ രാധികയുടെ ഉള്ളിൽ എപ്പോഴും ഒരേ ഒരു ചോദ്യം മാത്രം നിലനിന്നിരുന്നു: എന്നെ ആരും കേൾക്കാറില്ല, എനിക്ക് വേണ്ടി ആരും കുറച്ച് സമയം മാറ്റി വയ്ക്കാറില്ല. സുരേഷ് നന്നായി കുടുംബം നോക്കും. രാധികയോടുള്ള അവൻ്റെ സമീപനത്തിൽ ഒരുപാട് മാറ്റമുണ്ടായിരുന്നു. അയാൾ രാധിക ഒരു ഭാര്യയായി മാത്രം കണ്ടു, ഒരു സ്ത്രീയായി അല്ല. അവൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അയാൾ പരിഗണിക്കാറില്ല. അവളുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ ഇതെല്ലാം നിനക്ക് തോന്നുന്നതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. അങ്ങനെ ഒരു ദിവസം രാധികയുടെ വീടിനടുത്ത് ഒരു അയൽവാസി എത്തി. അനൂപ്, വിവാഹമോചിതൻ, തനിച്ചാണ് താമസം, സംസാരം തീരെ കുറവ്, കണ്ണുകളിൽ എപ്പോഴും വിഷാദം. ആദ്യം വെറും ഒരു ഹായ് തുടങ്ങി, പിന്നെ ചെറിയ ചെറിയ സംസാരങ്ങൾ, കുട്ടികളെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്. അവൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അയാൾ ഇടയ്ക്ക് ഏറി സംസാരിക്കാറില്ല. അവൾ സംസാരിക്കുമ്പോൾ അയാൾ ഫോണിൽ നോക്കിയിരിക്കാറില്ല. അതുതന്നെ അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. പിന്നെ തുടരെ തുടരെയുള്ള ഫോൺ കോൾ, മെസ്സേജ്, അങ്ങനെ അവരുടെ ബന്ധം മുന്നോട്ട് വളർന്നു. വർഷങ്ങൾക്ക് ശേഷം അവൾക്ക് സ്വയം ജീവിക്കുന്നതായി തോന്നി. അവൾക്കറിയാമായിരുന്നു ഇതെല്ലാം തെറ്റാണെന്ന്. എന്നാൽ അവൾ മുന്നോട്ട് പോയി. ഒരു മഴക്കാല സന്ധ്യയിൽ അവൾ അനൂപിന്റെ വീട്ടിലേക്ക് ചെന്നു. അന്ന് രാധിക ഒരു ഭാര്യയാണെന്നും അമ്മയാണെന്നുള്ള കാര്യം ഓർത്തില്ല. കുറ്റബോധം വന്ന സമയത്ത് കണ്ണാടിയിൽ നോക്കാൻ പോലും അവൾക്ക് ഭയം തോന്നി. അനൂപ് പിന്നീട് അവളോട് ചോദിച്ചു, നമുക്കിത് ഇവിടെ വെച്ച് നിർത്തിയാലോ? അവളെല്ലാം സമ്മതിച്ചു. അവസാനം സുരേഷ് രാധികയ്ക്കുണ്ടായ മാറ്റം ശ്രദ്ധിച്ചു. കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്ക് എന്തു പറ്റി? അയാളുടെ ചോദ്യങ്ങൾക്ക് മുന്നേ അവൾ പകച്ചുപോയി. ഒന്നുമില്ല. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് സാധിച്ചിരുന്നില്ല. പിന്നീട് ഒരു ദിവസം ആരോടൊരു വാക്കുപോലും പറയാതെ അനൂപ് ആ നാട്ടിൽ നിന്ന് പോയി. തന്നോടൊരു വാക്കുപോലും പറയാതെ രാധിക ഒരുപാട് വേദനിച്ചു. അവസാനം രാധികയ്ക്ക് മനസ്സിലായി, താൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചേ മതിയാവും. അനൂപ് പോയതിനു ശേഷം രാധികയുടെ ജീവിതം പഴയതുപോലെ തന്നെ പോയി. സുരേഷ് ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയതിനു ശേഷം അവൾ മാത്രം ഉറങ്ങാതെ ഇരുന്നു. കാരണം അവൾക്കറിയാം അവൾ ചെയ്തത് ശരിയായില്ല. എന്നാൽ അവൾ ചെയ്തത് വെറുതെയുമല്ല, അത് അവൾക്ക് തന്നെ കണ്ടെത്താൻ സഹായിച്ചൊരു തെറ്റായിരുന്നു. അനൂപ് പോയതിനു ശേഷം രാധികയുടെ ജീവിതം പുറത്തു നിന്ന് നോക്കിയാൽ സാധാരണയായിരുന്നു. രാവിലെ എഴുന്നേൽക്കും, ഭക്ഷണം ഉണ്ടാക്കും, കുട്ടികളെ നോക്കും. പക്ഷെ അവളുടെ മനസ്സിനുള്ളിൽ ഒരിടത്തെപ്പോഴും ഒഴിഞ്ഞൊരു കസേര ഉണ്ടായിരുന്നു. പിന്നീട് അനൂപിന്റെ കോൾ, മെസ്സേജ് ഒന്നും വന്നില്ല. അവൾ പലവട്ടം ഫോൺ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി. പിന്നീട് തോന്നി വേണ്ട എന്ന്. മനസ്സിനെ പറഞ്ഞ് ബോധിപ്പിക്കാൻ വളരെ പ്രയാസമായിരുന്നു. തനിക്ക് സംഭവിച്ച തെറ്റിന്റെ ആഴം ഓർക്കുമ്പോൾ അവൾ ജീവിതത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ശ്രമിച്ചു. രാധികയ്ക്ക് ജോലിക്ക് പോകാൻ തന്നെ താല്പര്യമില്ലായിരുന്നു. പിന്നീട് എപ്പോഴോ സുരേഷിന് തോന്നി രാധികയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ജോലിയിൽ പ്രശ്നമാണോ? അയാൾ ചോദിച്ചു. ആ ചോദ്യം രാധികയെ കൂടുതൽ വിഷമിപ്പിച്ചു. അവളുടെ വിഷമത്തിന്റെ കാരണം ഒരിക്കലും അയാളെ അറിയിക്കാൻ പറ്റില്ലല്ലോ. അവൾ ശരിക്കും തളർന്നുപോയി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാധികയുടെ ഫോൺ സുരേഷിന്റെ കയ്യിൽ കിട്ടുന്നു. അനൂപിന്റെ പേര് കണ്ട അയാൾ ലേശം കൗതുകത്തോടെ മെസ്സേജുകൾ തുറന്നു നോക്കി. ഡിലീറ്റ് ചെയ്ത മെസ്സേജുകൾ പലതും ബാക്കപ്പായിരുന്നു. സുരേഷിന് രാധികയോട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. പിന്നീട് രാധികയ്ക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കുറ്റബോധത്തിന്റെ തീച്ചുളയിൽപ്പെട്ട അവൾ അവസാനം എല്ലാം അവനോട് തുറന്നു പറയാൻ തീരുമാനിക്കുന്നു. അനൂപിനെ പറ്റി, ആ ബന്ധത്തെപ്പറ്റി, അന്ന് സംഭവിച്ച തെറ്റിനെപ്പറ്റി എല്ലാം. സുരേഷ് അലറി വിളിച്ചു. എന്നാൽ അവളെ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കാൻ അയാൾ തയ്യാറായില്ല. നീ എന്നെ കൊല്ലുകയല്ല, നീ എന്നെ പതുക്കെ പതുക്കെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ വാക്കുകൾ രാധികയ്ക്ക് അടിയേക്കാൾ വേദനിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ വീടൊരു കോടതി പോലെ ആയിരുന്നു. സംസാരം കുറവ്, ചിരിയില്ല, പരസ്പരം അവർ നോക്കാറ് പോലുമില്ല. കുട്ടികൾക്ക് മനസ്സിലായി അച്ഛൻ്റെ അമ്മയുടെ ഇടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഒരു രാത്രിയിൽ സുരേഷ് അവളോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ പോകാം, പക്ഷെ കുട്ടികൾ എൻ്റെ കൂടെ ജീവിക്കൂ. ആ വാക്കുകൾക്ക് മുന്നിൽ രാധിക തകർന്നുപോയി. അനൂപ് പോയപ്പോൾ അവൾക്ക് സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവൾക്ക് ഇന്ന് വരെയുള്ള തൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം ഉണ്ടാകുന്നു. അവൾ തീരുമാനിച്ചു, ഇത് ഞാൻ സ്വയം വരുത്തി വെച്ച വീണയാണ്. എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം. എന്നെ ഇവിടെ ഒന്നും പറഞ്ഞു വിടരുത്. സുരേഷ് ഒന്നും അവളോട് പറഞ്ഞില്ല. ഇന്നും സുരേഷും രാധികയും ഒരേ വീട്ടിലാണ് താമസം. എന്നാൽ പോലും രണ്ടുപേരും രണ്ട് ബെഡ്റൂമിലാണെന്ന് മാത്രം. രാധികയുടെ മുഖത്തേക്ക് പോലും സുരേഷ് നോക്കാറില്ല. അവളെ കാണുമ്പോഴെല്ലാം അയാളുടെ മനസ്സിൽ വെറുപ്പിന്റെ മാറാല വന്ന് മൂടാറുണ്ട്. അയാൾ അവളോട് സംസാരിക്കാൻ പോലും ശ്രമിക്കാറില്ല. രാധിക ഇന്നും അതേ വീട്ടിൽ തന്നെയാണ് താമസം. സുരേഷിന്റെ ഭാര്യയായിട്ടല്ല, കുഞ്ഞുങ്ങളുടെ അമ്മയായി മാത്രം. അനൂപ് ഇന്നും മടങ്ങി വന്നിട്ടില്ല.
പക്ഷെ രാധികയ്ക്കറിയാം അവിഹിതം ഒരു രാത്രി കൊണ്ട് തീരുന്ന കാര്യമല്ല. ചില തെറ്റുകൾ ജീവിതം മുഴുവൻ നിശബ്ദമായി ശിക്ഷിക്കും. രാധികയുടെ വീട്ടിൽ സമാധാനമുണ്ടായിരുന്നു. അത് പക്ഷേ അണയുന്നതിന് മുമ്പേയുള്ള ആളിക്കത്തലായിരുന്നു. സുരേഷും രാധികയും ഒരേ വീട്ടിൽ അപരിചിതരെ പോലെ ജീവിച്ചു. സംസാരത്തിൽ എപ്പോഴും കുട്ടികളെപ്പറ്റി മാത്രമായി. കുട്ടികളുടെ ഭക്ഷണം, സ്കൂൾ ഫീസ്, അങ്ങനെ പലതും സംസാരിച്ചു. ഭർത്താവും ഭാര്യയായിരുന്നില്ല, അവർ വെറും രണ്ട് ഉത്തരവാദിത്തങ്ങൾ മാത്രം. ഇവർക്കിടയിലെ വിള്ളൽ ബാധിച്ചത് മുഴുവൻ കുഞ്ഞുങ്ങളെ ആയിരുന്നു. ഒരു ദിവസം കോടതിയിൽ നിന്ന് ഒരു നോട്ടീസ് വന്നു, ഡിവോഴ്സ് പെറ്റീഷൻ. വരുമെന്നറിയാം, എങ്കിലും നെഞ്ചിലെ പൊള്ളൽ അവൾ പുറത്തു കാണിച്ചില്ല. കോടതി മുറിയിൽ സുരേഷ് ഒരിക്കലും രാധികയെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല. കാരണം അയാൾക്കറിയാം തന്റെ മക്കളുടെ അമ്മയാണിത്. കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. കോടതിയിൽ അയാൾ പറഞ്ഞു, എനിക്ക് അവളോട് വൈരാഗ്യമൊന്നുമില്ല, എന്നാൽ ഇനി അവളെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. ആ വാക്കുകൾ രാധികയുടെ മനസ്സിനെ എന്തൊന്നില്ലാതെ മുറിവേൽപ്പിച്ചു. കോടതി വിധി വന്നു. കുട്ടികൾ സുരേഷിനൊപ്പം പോവുക, രാധികയ്ക്ക് സന്ദർശനാവകാശം. അങ്ങനെ വിവാഹമോചനം ഔദ്യോഗികമായി അംഗീകരിച്ചു. കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് രാധിക പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കി. കുട്ടികളുടെ ഒപ്പം നടന്നു പോകുന്ന സുരേഷ് ആരും തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. രാധികയ്ക്ക് ജീവിതത്തിൽ ഒറ്റയ്ക്കായതുപോലെ തോന്നി. ആദ്യമായിട്ടാണ് താൻ ജീവിതത്തിൽ ഒറ്റയ്ക്കായത്. അവൾ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞു. ചെയ്ത തെറ്റിന്റെ പാവം അവളെ കീറി മുറിച്ചുകൊണ്ടിരുന്നു. അനൂപിനെ, സുരേഷിനെ, കുട്ടികളെ എല്ലാം അവൾ ഓർത്തു. അവസാനം അവൾക്ക് മനസ്സിലായി, അവളുടെ തെറ്റൊരു പുരുഷനോടുള്ള വഞ്ചന മാത്രമല്ല, ഒരു കുടുംബത്തോടുള്ള വഞ്ചനയായിരുന്നു എന്ന്. അങ്ങനെ കാലം കടന്നുപോയി. രാധിക ഇന്ന് തനിച്ചാണ് താമസം. ലളിതമായ ജീവിതം, ചെറിയൊരു ജോലി ഉണ്ടെന്ന് മാത്രം. ഇടയ്ക്ക് കുട്ടികൾ അവളുടെ അരികിലേക്ക് വരും. അതാണ് ആകെയുള്ള സന്തോഷം. അനൂപിനെ പിന്നീട് അവൾ കണ്ടിട്ടില്ല. സുരേഷ് പുനർവിവാഹം ചെയ്യാതെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുന്നു. ചില ജീവിതങ്ങൾ തകരുന്ന വലിയ ശബ്ദത്തോടെയല്ല, ചിലത് മൗനത്തോടെയാണ്. രാധയെ ഇന്ന് സ്വയം ചോദിക്കാറുണ്ട്, ഞാൻ തെറ്റ് ചെയ്തു, അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഞാൻ തെറ്റ് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് എനിക്ക് സന്തോഷം ഉണ്ടാകുമായിരുന്നോ?